ഇതാണ് ഫാബിന്റെ വലുപ്പം. അപ്പം നമ്മുടെ ഈ ഫാബിന്റെ ഈ ഗുണമാണ് ഇത് ഇങ്ങനെ ഒരു മഴത്തുള്ളി പോലെ ഇങ്ങനെ. മറ്റൊരു ജാതിക്കായെല്ലാം ഉരുണ്ട ബോൾ ഷേപ്പാണ്, ഇത് ഇങ്ങനെ ഒരു മാംഗോ ഷേപ്പാണ്, ഇതൊരു മഴത്തുള്ളിയുടെ ഷേപ്പാണ്. ഇത് ഇതിന്റെ കായും ഇതിന്റെ പത്രിയാണ് ഏറ്റവും വലിപ്പം കൂടുതൽ. അച്ഛൻ വെച്ച ഈ സാധാ നാടൻ ജാതിത്തൈ അന്ന് നാടനൊക്കെ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ കാ പാകിയാണ് ഇത് കൂട്ട് വെറൈറ്റി അന്ന് ആ ഓർണം ഉണ്ടായത്. അങ്ങനെ അപൂർവമായിട്ട് കിട്ടിയതാണ്. അപൂർവമായിട്ട് കിട്ടിയതാണ്. അപ്പൊ അങ്ങനെ പാകി മുളച്ച് വന്നപ്പോ ഇങ്ങനെ ഒരു ഇനം വന്ന് കിട്ടിയതാണ്. ഭാഗ്യവശാൽ വന്ന് കിട്ടിയത്. മറ്റ് കൃഷികളെ പോലെയല്ല ജാതി കൃഷി. ഏറ്റവും കുറഞ്ഞത് ഒരു 150 വർഷമാണ് ഒരു ജാതിയുടെ ആയുസ്. വളരും തോറും ആദായം കൂടുതൽ കിട്ടുന്ന ഒരേ ഒരു കൃഷി ജാതി കൃഷി മാത്രമേ ഉള്ളൂ. വരും തലമുറയ്ക്ക് നമുക്ക് നമ്മൾ സൂക്ഷിച്ച് പൊട്ടിച്ചെടുക്കണം. ഇവിടെ പൊട്ടിക്കാതെ എടുക്കണം. നമ്മുടെ നാടൻ കായാണ് ഇത്. ഇത് കായുണ്ട്. ഇത് 85 എണ്ണം മതി ഒരു കിലോയ്ക്ക് ഉണക്കാം. ഇതാകുമ്പോ 10-250 എണ്ണത്തിൽ മുകളിൽ പോകണം. ഇത് പത്രി അതുപോലെ തന്നെ. ഇത് പത്രിയാണെങ്കിൽ ഇതൊരു 10-800 പത്രിയെങ്കിലും വേണം ഒരു കിലോയ്ക്ക്. ഇതാകുമ്പോ ഒരു ഏറ്റവും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 360 എണ്ണം മതി. ഇപ്പോഴത്തെ വില എങ്ങനെയുണ്ട്? ഇപ്പം ഫ്ലവർ ആണെങ്കിൽ 2600 രൂപ വരെയൊക്കെ ഉണ്ട്. നമ്മുടെ 2800 വരെയും കിട്ടും ഫസ്റ്റ് ക്വാളിറ്റിക്കാണെങ്കിൽ. ആയാണെങ്കിലും ഇപ്പം 450 ഒക്കെ ഉണ്ട്. ചേട്ടാ ഇത് നമ്മളിവിടെ വെള്ളം പിടിച്ചിട്ടേക്കുന്നത് അത് നനയ്ക്കാൻ വേണ്ടി നമ്മൾ വെള്ളം കുളത്തിൽ സ്റ്റോക്ക് ചെയ്ത് ഇങ്ങനെ കായ്ക്കുന്ന മരത്തിന് എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചെറുപ്പകാലത്ത് തന്നെ നല്ലപോലെ തന്നെ കായ്ച്ചു കിട്ടുന്നത്. നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു തൈ എത്ര നാളിനുള്ളിൽ നമുക്കൊന്ന് കായ്ച്ചു കിട്ടും? ഒരു വർഷം 1.5 വർഷം ഏറ്റവും കൂടി വന്നു. അതിന് മുമ്പ് കായ്ച്ചിരിക്കും. ഒരു തൈ എടുത്താലും 100 തൈ എടുത്താലും നമുക്കത് ഉത്തരവാദിത്തമുണ്ട് ഈ തൈകൾക്ക് കൊടുക്കാൻ. എൻ്റെ പേര് സുമിത്ത് എന്നാണ്. സ്ഥലം ഇടുക്കി ജില്ലയാണ്. ആനവരട്ടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ ജാതി നഴ്സറി തുടങ്ങിയിട്ട് ഒരു 12 വർഷം അടുത്തായി. ഫാബ് എന്നാണ് നമ്മുടെ ജാതിയുടെ പേര്. ഫാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലന്റ് ഗുഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ കായ്ക്കും വലിപ്പത്തിനാണ് അതിൻ്റെ പ്രത്യേകത. വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ജാതിയെക്കാളും വളരെ വലുതും പത്രി കട്ടിയും കൂടിയ ഇനമാണ് നമ്മുടെ ഫാബ് എന്ന് പറഞ്ഞ ഇനം. മറ്റൊരു ജാതിക്കായെല്ലാം ഉരുണ്ട ബോൾ ഷേപ്പാണ്. മാംഗോ ഷേപ്പും മഴത്തുള്ളി പോലത്തെ ഒരു ഷേപ്പൊക്കെയാണ് നമ്മുടെ ജാതിയുടെ. പിന്നെ അതിനകത്തുള്ള കായും പത്രിയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിപ്പം കൂടിയതാണ്. ഫസ്റ്റ് ക്വാളിറ്റിക്ക് പോകുന്നതാണ് കായും പത്രിയെല്ലാം. നാടൻ ജാതിക്കായ ആണെങ്കിൽ ഒരു 300 അടുത്ത് വേണം ഒരു കിലോയ്ക്ക്. നമ്മുടെ ഫാബിൻ്റെ ആണെങ്കിൽ 80-85 എണ്ണം മതി ഒരു കിലോയ്ക്ക്. ഫ്ലവറും അതുപോലെ തന്നെയാണ്. സാധാ ഫ്ലവർ ആണെങ്കിൽ 10-800 എണ്ണം വേണം ഒരു കിലോയ്ക്ക്. ഫാബിൻ്റെ ഇനമാണെങ്കിൽ ഒരു 380 എണ്ണം, ഏറ്റവും കൂടി വന്ന 350 എണ്ണം മതി ഒരു കിലോയ്ക്ക്. ഇത് ഫാബ് കണ്ടെത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 10-35 വർഷം മുമ്പ് നമ്മൾ സാധാ നാടൻ ജാതിയിൽ നിന്ന് കാ പറക്കി ഇങ്ങനെ പറമ്പിൽ കൂടെ നട്ടപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഇനം നമുക്ക് കിട്ടിയതാണ്. അത് പിന്നെ നമ്മൾ 5-10 വർഷം നിരീക്ഷിച്ച് അതിൻ്റെ കാ വലിപ്പത്തെ പറ്റിയും അതിൻ്റെ പത്രി കനം എങ്ങനെയുണ്ടെന്നൊക്കെ അറിഞ്ഞ് നിരീക്ഷണം നടത്തി ശേഷം നല്ലതാണെന്ന് തോന്നി ബോധ്യപ്പെട്ടതാൽ പിന്നെ നമ്മൾ പറമ്പിൽ ഒരു 10-100 എണ്ണം ബഡ് ചെയ്ത് പിടിപ്പിച്ച് ഇപ്പോൾ ഒരു 10-800 എണ്ണം അടുത്ത് മൊത്തത്തിലുണ്ട്. സുൽത്തേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മളിതിപ്പോ ചേട്ടൻ ഈ ഫീൽഡിലായിട്ട് ഇപ്പം ഇറങ്ങിയിട്ട് എത്ര നാളായി? ഞാൻ ഈ ഫീൽഡ് ജാതി ഫീൽഡിലേക്ക് എന്റെ ചെറുപ്പത്തിൽ തൊട്ട് വന്നതാണ്. ചെറുപ്പകാലം നഴ്സറി തുടങ്ങിയിട്ട് ഒരു 10-12 വർഷമായി. അപ്പൊ നമ്മൾ ഇതെങ്ങനെയാണ് നമുക്ക് ഈ മാതൃവൃക്ഷം നമ്മുടെ കണ്ണിപ്പെട്ടത് നമുക്ക് കിട്ടിയത് എങ്ങനെയാ? ഇത് ഇവിടെ തന്നെ ഉണ്ടായി കിട്ടിയതാണ്. നാടൻ ജാതിക്കായിന്ന് നമ്മള് കാ പാകിയപ്പം അപൂർവമായിട്ട് തന്നെ ഉണ്ടായതാ. കായ്ച്ചു കഴിഞ്ഞപ്പോ നമുക്ക് നല്ല കായും നല്ല മുഴുത്ത പത്രിയും നല്ല കായുമായിട്ട് നമുക്ക് തോന്നി. അപ്പൊ അവനെ നമ്മൾ ഒരു 5-8 വർഷം നിരീക്ഷിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. അത് കഴിഞ്ഞപ്പോ നല്ല ഇനാന്ന് തോന്നിയപ്പോ നമ്മള് പറമ്പിൽ അത് ബഡ് ചെയ്തു. 10-100 എണ്ണം ബഡ് ചെയ്ത് പറമ്പിൽ തന്നെ പിടിപ്പിച്ചു വന്നു. അത് കഴിഞ്ഞാണ് ഞാൻ വലിയ നഴ്സറിയിലെ പരിപാടിയിലേക്ക് ആരംഭിച്ചത്. നമ്മുടെ മദർ പ്ലാന്റിന് ഇപ്പൊ എന്നാ പ്രായം കാണും? 10-35 വർഷത്തെ പ്രായം. 10-30 വർഷം പ്രായമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഒറ്റ മദർ പ്ലാന്റ് നമുക്ക് ഉണ്ടായിരുന്നു. ഒറ്റ എണ്ണം ഉണ്ടായിരുന്നു. അത്രയാണ് പിന്നെ ബാക്കിയുള്ള എല്ലാം നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുത്തേക്കുന്നത്. ചേട്ടാ ഇതല്ലേ നമ്മുടെ ഫാബ് എന്ന് പറയുന്നത്? ഫാബ് എന്ന് പറഞ്ഞാൽ ഇതിപ്പം എത്രാം കൊല്ലം പ്രായമായ ഒരു മരമായത്? 11 വർഷമായി. 11 വർഷമായി. നമ്മളിതിപ്പം നാടൻ ജാതിയാൽ ബഡ് ചെയ്താണ്. ഇത് കാട്ടിയാതി ചെയ്താണ്. കാട്ടിയാതി ഉണ്ട്. വേറെ നമ്മള് ഇവിടെ നിർത്തി ചെയ്തതല്ലോ, വേറെ നമ്മള് ഇവിടെ നിർത്തി ചെയ്ത്. ഇത് ഇവിടെ നിർത്തിയത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഫീൽഡ് ബഡിങ് ചെയ്തതിന് ഒരു വളർച്ച കൂടുതലുണ്ടോ അതിനെ? അങ്ങനെ ഉണ്ടായിട്ടില്ല. അവിടെ നമ്മൾ പറമ്പൊക്കെ ആയിരുന്നു നമ്മൾ ഫീൽഡ് ചെയ്ത് ചെയ്തു. അങ്ങനെ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇത് 3/4 മൂപ്പ് ആയുള്ളൂ കേട്ടോ. ആയി വന്നത് കറക്റ്റ് മൂപ്പ് ആയിട്ടില്ല. ഇച്ചിരി കൂടെ വളരാനുണ്ട്. ഇത് ഇച്ചിരി കൂടെ വളരാനുണ്ട്. അപ്പൊ ഈ മുഴുപ്പ് തന്നെ ഇത്ര സൈസ് 1.5 മാസം കൂടെ വേണം ഇത് പൊട്ടണമെങ്കിൽ. അപ്പൊ വലിപ്പം ഇതിന്റെ ആയിട്ടില്ല. ആയില്ല, വരുന്നുള്ളൂ. കറക്റ്റ് ആയിട്ട് ഒരു 1.5 മാസം മൂപ്പും കൂടെ ഉണ്ട് ഇതിന്. അപ്പൊ എല്ലാം ശരാശരി ഈ പറഞ്ഞ പോലെ വലിപ്പം എല്ലാം ഒരുപോലെ തന്നെ എത്ര ഉണ്ടായാലും വലിപ്പം ഇതുപോലെ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ ഫാബിന്റെ ഈ ഗുണമാണ് ഇത് ഇങ്ങനെ ഒരു മഴത്തുള്ളി പോലെ ഇങ്ങനെ ഇങ്ങനെ ഒരു മാംഗോ ഷേപ്പാണ്. ഇതൊരു മഴത്തുള്ളിയുടെ ഷേപ്പാണ് ഇത്. അതല്ല ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ കായും ഇതിന്റെ പത്രിയാണ് ഏറ്റവും വലിപ്പം കൂടുതൽ. ഫസ്റ്റ് ക്വാളിറ്റി പോകുന്ന സാധനം. അപ്പം ഇത് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അതിന്റെ എങ്ങനെയാ വരും? ഇത് കായ ഉണങ്ങിയ കായ ആകുമ്പോൾ ഒരു 85-90 എണ്ണം മതി ഏറ്റവും കൂടി വന്ന.
85-90 കാ മതി. ഒരു കിലോ ഒരു കിലോ 350 360 എണ്ണം മതി. 350 1 കിലോ ആവും. 1 കിലോ. ഓ, ബാക്കിയുള്ളതൊക്കെ വരുമ്പോഴത്തേന് അത് ഇരട്ടി വേണം, ഇരട്ടിയെങ്കിലും വേണ്ടി വരും. എന്നാൽ മാത്രമേ ഈ തൂക്കം കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലെ എല്ലാ കൊല്ലം നമുക്ക് ഇതുപോലെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ കായ്ച്ചു. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ എല്ലാ വർഷവും ഒരുപോലെ കായ്ക്കും. നല്ല കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നന്നായിട്ട് കായ്ക്കും. ഈ പ്രാവശ്യം ഇച്ചിരി കുറവാണ് കാലാവസ്ഥയിലുള്ള വ്യതിയാനം കൊണ്ട്. നമ്മളിവിടെ അടുത്ത പുതിയ മുട്ടൊക്കെ വരുന്നവരെ കാണുന്നുണ്ട്. അത് ഇനി അതിന്റെ പുറമെ അടുത്ത പൊട്ടും ഇങ്ങനെ ഇത് വരുമോ? ഈ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ പിന്നെ ഇങ്ങനെ പൂട്ടുകൊണ്ടിരിക്കും. ഒരു 2-3 പ്രാവശ്യം ഒരു വർഷത്തിലുണ്ടാവും. നമുക്കിവിടെ ഈ ഫാബ് മാത്രമേ, ഈ ഒരു ഇനം മാത്രമേ ഉള്ളൂ? വേറെ ഉണ്ട്, 3-4 ഐറ്റം ഉണ്ട്. വേറെ ഉണ്ട്. നമ്മളിവിടെ കൊടുക്കുന്നത് ഫാബാണ്. ഫാബ് മാത്രമേ കൊടുക്കുന്നത്. വേറെ 3-4 ഐറ്റം ഉണ്ട്. ഇതാണ് ബസ് ക്വാളിറ്റിയിലെ നല്ലത്. ഇതാണ്. അതിപ്പം എന്നാ പ്രായമുള്ള തൈകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്? മെയിനായിട്ട് നമ്മള് ഒരു 2-2.5 വർഷമൊക്കെ ആയ തൈകൾ ബഡ് ചെയ്തിട്ട് നമുക്കിവിടെ കാണാനുണ്ടോ? അത് കാണാനുണ്ട്. ഏകദേശം 2.5 വർഷം പ്രായമായതാ. അതുകൊണ്ട് 1 വർഷം പ്രായമായതുകൊണ്ട് 1 വർഷം ആകാതെ നമ്മൾ കൊടുക്കാറില്ല. ബഡ് ചെയ്തിട്ട് ബഡ് ചെയ്ത് കഴിഞ്ഞ് 1 വർഷം നമ്മൾ ഇവിടെ നോക്കും. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ കൊടുത്തു വിടുള്ളൂ. നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു തൈ നമുക്ക് ഏകദേശം എത്ര നാളിനുള്ളിൽ നമുക്ക് കായ്ച്ചു കിട്ടും? ഒരു വർഷം 1.5 വർഷം ഏറ്റവും കൂടി. അതിന് മുമ്പ് കായ്ച്ചിരിക്കും. 1.5 വർഷത്തിനുള്ളിൽ കായലോട്ട് കയറും. 2 വർഷമായ തയ്യലാണ് ബഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല കരുത്തും നല്ല ഇതുമായിരിക്കും. ഇതൊക്കെ ഈ തൈകളെല്ലാം 2 വർഷം പോലും ആയിട്ടില്ല. അത് കൂട്ടി തന്നെ ഇപ്പൊ തന്നെ പൂത്ത് നിൽക്കുകയാണല്ലോ. ഇപ്പൊ തന്നെ പൂത്ത് നിൽക്കുക. അതെ. നമ്മളിതിപ്പം ഈ തൈ കൊണ്ടുപോയി വെക്കുന്നത് നമുക്കിപ്പം ഇടുക്കി ഇവിടെയാണ്, ഇവിടെ വെച്ച തണുപ്പും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇതുവരെ നമുക്ക് മറ്റ് എല്ലാ സ്റ്റേറ്റും എല്ലാം നമ്മുടെ തമിഴ്നാട്, കർണാടക, കേരളത്തിൽ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഈ ഒരു കാ നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു കായ്ച്ചവരല്ല. ചേട്ടാ, ഇതിപ്പോ എത്ര നാളായ പ്രായം? ഇപ്പൊ ബഡ് ചെയ്തിട്ട് 2 വർഷമായ തൈകൾ. 2 വർഷമായുള്ളൂ. മൊത്തത്തിൽ അതിനൊരു 3-3.5 വർഷം പ്രായം. അതായത് ബഡ് കണ്ണിന് 1 വർഷത്തെ പ്രായം, 1 വർഷത്തെ പ്രായം, ബാക്കി മുകളിലോട്ടും 2 വർഷത്തെ പ്രായം. ഇത് കണ്ടോ പൂത്ത തൈ. ഇപ്പൊ തന്നെ ഇത് പൂട്ടിൽ നിൽക്കുന്ന തൈ. ഈ മുള്ള തൈ നമ്മൾ ഇവിടുന്ന് പോകുന്ന ഇതും കൊടുക്കാനുള്ള അല്ല, ഇതിന്റെ ചെറുതുകൊണ്ട് ഒരു സ്റ്റെപ്പായി. ഇത് 2 സ്റ്റെപ്പായി തൈ. ഇതിപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാ. ഇത് 2ാമത്തെ സ്റ്റെപ്പ്. അതിങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പിനും കൊടുക്കുന്നുണ്ട്, 2ാം സ്റ്റെപ്പിനും കൊടുക്കുന്നുണ്ട്, 3ാമത്തെ സ്റ്റെപ്പിനും കൊടുക്കുന്നുണ്ട്. പല സ്റ്റെപ്പിലുള്ള കൊടുക്കുന്നുണ്ട്. പല റേറ്റ് ആകുമ്പോൾ പല. അപ്പൊ നമ്മളിത് കൊണ്ടുപോയി വെക്കുമ്പോ തന്നെ നമുക്ക് അടുത്ത കൊല്ലം തന്നെ കായലോട്ട് കായാലോ കിടക്കുന്നത്. അത് ഫാബിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഈ ചെറുപ്പകാലം തന്നെ ഒന്ന് കായ്ച്ചു കിട്ടുക എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യാൻ കാരണം നമ്മൾ ബഡ് കാണിച്ചു തരാം. ഞാൻ അത് കായ്ച്ച മരത്തിന്റെ തലയ്ക്ക് മുറിച്ച് മാത്രമേ ബഡ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കായ്ക്കുന്നത്. ആ കായ്ച്ച മരത്തിന്റെ ബഡ് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. മാത്രമേ എടുക്കൂ. അത് അന്നേരം പെട്ടെന്ന് കായലോട്ട് കയറും. ഇതെല്ലാം അങ്ങനെ പൂക്കാൻ കാരണം അതുകൊണ്ടാണ്. എല്ലാം കായ്ച്ച മരങ്ങളില് മാത്രം. അപ്പൊ പെട്ടെന്ന് കായാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ആ ബഡ്ഡും കൂടെ ഒന്ന് കണ്ടാലോ. ചേട്ടാ, ഇതിപ്പോ നമുക്ക് എത്ര നാളായ ഒരു മരം വന്നിതാ? ഇതൊരു 5 വർഷമായിട്ടുണ്ട്. 5 വർഷമായി. ഇത് നമ്മളെ ബഡ് കമ്പുകൾക്ക് വേണ്ടി നിർത്തുന്ന മരങ്ങളല്ല. ബഡ് കമ്പ് മുറിച്ചെടുക്കുന്ന ഇത് കണ്ടോ. ഇങ്ങനെ കായ്ച്ച മരങ്ങളുടെ ബഡാണ് നമ്മൾ ഇത് എടുക്കുന്നത്. ബഡിന് അതിന്റെ തലയ്ക്ക് മുറിച്ചെടുക്കുന്നത് കണ്ടോ. അപ്പൊ അതുപോലെ ഈ നേരെ സ്ട്രൈറ്റ് മാത്രമുള്ള അത് മാത്രം മുറിച്ചെടുക്കും. അത് മാത്രമേ മുറിച്ചെടുക്കുള്ളൂ. അങ്ങനത്തെ കമ്പൾ ഇങ്ങനെ കായ്ക്കുന്ന മരത്തിന്റെ മാത്രം കമ്പളാണ് കായ്ക്കുന്നത്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ കായ്ക്കുന്ന മരത്തിന്റെ എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചെറുപ്പകാലത്ത് തന്നെ നല്ലപോലെ തന്നെ കായ്ച്ചു കിട്ടുന്നത്. ഇതിപ്പോ നമ്മൾ 5 കൊല്ലം ആയുള്ളൂ. 5 വർഷം ആയിട്ടില്ല. 5 വർഷം ആയിട്ടില്ല. അപ്പൊ 5 വർഷം ആകാതെ തന്നെ ഇപ്പൊ ബഡ് നമ്മൾ മുറിച്ചോണ്ടിരിക്കുമ്പോ തന്നെ എന്നിട്ടും അടിയത്തെ എല്ലാ കാര്യത്തിലും കായ്ക്കും. ഒരു സ്റ്റെപ്പ് നമ്മൾ നിർത്തും. എത്രയാ? ഒരു സ്റ്റെപ്പ് നമ്മളിങ്ങനെ 1-2 സ്റ്റെപ്പ് ഇതിന്റെ അടിയിൽ നിർത്തും. അത് കഴിഞ്ഞിട്ട് മോട്ട് വരുന്ന മൊത്തം മുറിച്ച് വേനലായിട്ടാ. ഇപ്പൊ നമ്മൾ അടുത്ത മാസം ഇതെല്ലാം മുറിക്കും. ഇതുപോലെയൊക്കെ തന്നെ അപ്പുറത്തോട്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ സെയിം രീതി തന്നെയാ. അതുപോലെ തന്നെ ഇതെല്ലാം കൂട്ട മരങ്ങളാണ്. 1-2 മരമല്ല നമ്മുടെ കയ്യിൽ നിൽക്കുന്ന എല്ലാ മരം തന്നെ ശരാശരി എല്ലാ മരത്തിനും 100-600 മരം കൊണ്ട് കായ്ക്കുന്നത്. ഇപ്പൊ ബഡ് എടുക്കുന്നോണ്ടാണ് ഇപ്പൊ മുകളിലോട്ട് വളരാതെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഉള്ളതൊക്കെ നല്ല രീതിക്ക് കായ കയറി പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇത് പൂത്തോണ്ടിരിക്കുവല്ലേ? ഇതുകൊണ്ട് ഈ പൂത്ത തൈയുടെ കമ്പ നമ്മൾ ഇതൊക്കെ പൂത്ത മരങ്ങളാണ്. ഇതിന്റെ തലയ്ക്ക് അദ്ദേഹം നമ്മൾ മുറിച്ചെടുക്കുന്നത്. അതുകൊണ്ടോ പൂവായി വരുന്നത്. അതുവരെ പൂത്തുള്ളി കയറുക. ഈ സ്ട്രേറ്റ് കമ്പ ഈ ഗ്രീൻ ഇത് ബഡാണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് നമ്മൾ ബഡിന് എടുക്കുന്ന കണ്ണുകൾ. ഇത് കണ്ടോ നല്ല കരുത്തുള്ള. അതിന്റെ വണ്ണമാണ് നമ്മൾ നോക്കുന്നത് പ്രധാനമായിട്ടും. ഈ കരുത്തും ഇങ്ങനെ ഗ്രീൻ ഉള്ളതും കൂടെ നോക്കി എടുക്കാൻ പറ്റില്ല. ഇലക്കണ്ണ് ഇങ്ങനത്തെ. ഇതിങ്ങനെയാണ് ബഡ് കമ്പ് എടുക്കുന്നത്. ചേട്ടൻ ഈ ജാതി കൃഷിയിലോട്ട് വന്നിട്ട് ഇപ്പം ശരിക്കും എത്ര നാളായിട്ടുണ്ട്? നമ്മള് പാരമ്പര്യമായിട്ട് കൃഷിക്കാരാ, അച്ഛനും അമ്മയൊക്കെ ആയിട്ട്. അപ്പൊ അത് തന്നെ നമ്മൾ പിന്തുടർന്ന് പോകുന്നു. ജാതി കൃഷി ഞാൻ തുടങ്ങിയിട്ട് അച്ഛൻ വെച്ച ഈ സാധാ നാടൻ ജാതി തൈ അന്ന് നാടനൊക്കെ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ കാഭാഗിയാണ് ഇത് കൂട്ട് വെറൈറ്റി അന്ന് ആ ഓർണം ഉണ്ടായത്. അങ്ങനെ അപൂർവമായിട്ട് കിട്ടിയതാണ്. അപൂർവമായിട്ട് കിട്ടിയതാ. അതെ. അങ്ങനെ ഞാടനാട് അപൂർവമായി അതില് മുഴുത്ത കാ നോക്കി നമ്മൾ പായി. നമ്മൾ അതിലിപ്പോ നല്ല മുഴുത്ത് നോക്കിയാലോ പാവുള്ളൂ. നാടിന് നല്ലത് നോക്കിയാ പിന്നത്തെ പാകുമ്പോ നല്ല കായ അതിനകത്ത് പാവുള്ളൂ. അപ്പൊ അങ്ങനെ പാകി മുളച്ച് വന്നപ്പോ ഇങ്ങനെ ഒരു ഇനം വന്ന് കിട്ടിയതാണ്. ഭാഗ്യവശം വന്ന് കിട്ടിയത്. അച്ഛൻ കുറെ നാടൻ വെച്ചു.
അപ്പൊ അതിൽ നിന്ന് കുറെ അന്നൊന്നും ഒത്തിരി ഇല്ല, 10-20 ഒക്കെ ഉള്ളൂ അന്ന് മൊത്തത്തിലാകെ ജാതി ഉള്ളൂ. മൊത്തം വെക്കാലോ എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് അതിൽ നിന്ന് എടുത്ത് പാകി, ഓഹോ, അതിൽ നിന്ന് പാകി പറമ്പിൽ കൂടി അങ്ങ് വെച്ചു. ആ, അങ്ങനെ മുളച്ചു വന്നപ്പോ ഇങ്ങനെ ഒരു എണ്ണം ഉണ്ടായതാണ്. അങ്ങനെ ഒരു സ്വാഭാവിക എണ്ണം ഉണ്ടായത്. അപ്പം ഇതിപ്പം നിലവിൽ ഫാബ് ചേട്ടൻ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കൈ വന്നിട്ട് ഇപ്പൊ ഒരു 35 വർഷത്തേക്ക് 35 വർഷമായിട്ടുള്ളൂ. അപ്പൊ ഒരു 10-35 വർഷം മുമ്പ് തന്നെ ചേട്ടൻ ഈ കൃഷിയുണ്ട്, ജാതി കൃഷിയുണ്ട്. ജാതിയോട് തന്നെ പ്രത്യേക ഒരു താല്പര്യം തോന്നുന്ന ഒരു കാര്യം. അതാകുമ്പം ഒരു ഒറ്റ പ്രാവശ്യം വെച്ചാൽ മതി, നമ്മുടെ ജീവിതകാലത്ത് ഒറ്റ പ്രാവശ്യം റീപ്ലാന്റ് ചെയ്യണ്ട. വളരും തോറും ആദായം കിട്ടുന്ന ഒരു കൃഷി ജാതി മാത്രം. വരും തലമുറയ്ക്കും നമുക്ക്. ചേട്ടാ ഇതാണ് അപ്പൊ നമ്മുടെ മദർ പ്ലാന്റ് ഇതാ. അതെ. എത്ര കാലം മുമ്പ് നമ്മളിവിടെ വന്നത്? ഇത് ഈ പ്ലാന്റിന് ഒരു 10-35 വർഷം പ്രായമുണ്ട്. അന്ന് പലത് നട്ടു, അതിന്റെ അകത്ത് ഒരെണ്ണം തിരിഞ്ഞ് ഇങ്ങനെ കിട്ടിയതാ. ഇതിൽ നിന്ന് ബഡ് ചെയ്താണ് ഇതൊക്കെ പിടിപ്പിച്ചേക്കുന്നത്. ഇതെല്ലാം ഇതിൽ നിന്ന് ബഡ് ചെയ്ത മരങ്ങളാണ്. അതൊക്കെ ഒരു 10-20 വർഷം പ്രായമുണ്ട്. അതിനൊക്കെ പ്രായം വരുന്നുണ്ട്. ഇതൊരു ബോൾ ഷേപ്പുള്ള വേറെ ഐറ്റാണ്. നമുക്ക് എത്ര കിലോ നമുക്ക് ചേട്ടന് കിട്ടിയിട്ടുണ്ട്? എനിക്ക് 10, 4,000, 5,000 കാവര് നല്ല സീസൺ നല്ല ഇത് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഓഹോ, മറിച്ച് കഴിക്കുവാണെങ്കിൽ നിറച്ചും കഴിക്കും. നമ്മുടെ ഈ ഫാബ് എല്ലാ സ്ഥലങ്ങളിലും ഇതിപ്പോ ലോ റേഞ്ചിലാണെങ്കിലും എല്ലാ സ്ഥലത്തും ഉണ്ടാവും. നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. പലരും എന്നെ കൊണ്ടുപോയി കാഴ്ച വിളിച്ച്. നമ്മളിപ്പം അതർ സ്റ്റേറ്റിലേക്കൊക്കെ നമുക്ക് ഇവിടെ എന്തായി പോകുന്നുണ്ട്. ഇത് നമ്മുടെ രണ്ടും രണ്ടെണ്ണമല്ലേ? ഇതിന്റെ ഫാബ് ഇത് നാടനാ വരുന്നത്. അപ്പൊ ഫാബിന്റെ ആകുമ്പോ ഏകദേശം ഒരു മഴത്തുള്ളി പോലെ ഇങ്ങനെ ഇത് ബോളായിട്ട് ഇരിക്കും. ഇത് വരുന്ന ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിലോട്ട് വരുന്നത്. കായുടെ വലുപ്പം എങ്ങനെയുണ്ട്? വ്യത്യാസം ഉണ്ടെന്ന്? ഇതാ ആന കുതിര വ്യത്യാസം എന്ന് പറഞ്ഞാല് ഫുള്ള് ഫ്ലവർ ആയിരിക്കും. പൊട്ടിച്ച് കാണിക്കണം. ഒന്ന് പൊട്ടിച്ച് കാണിച്ച്. ഇത് നമുക്ക് പൊട്ടിക്കാനും എളുപ്പമുണ്ടോ? ഇതാ ഇതിങ്ങനെ കൂടിയിരിക്കും. നമ്മൾ സൂക്ഷിച്ച് പൊട്ടിച്ചെടുക്കണം. ഇവിടെ പൊട്ടിക്കാതെ എടുക്കണം. ഇവിടെ പൊട്ടിക്കരുത്. ഇവിടെ പൊട്ടിച്ച ഫ്ലവർ ആയിട്ട് കിട്ടും. ഓഹോ, ഇത് അങ്ങനെ ഇത് പിടിച്ച് ഇതുണ്ടോ? നാടനുണ്ടോ? ഇതുണ്ടോ? ഇത് ഉണങ്ങി കഴിയുമ്പോ തീരെ കനം കുറവായിരിക്കും. ഓഹോ, ഇത്രയും വ്യത്യാസം വരുന്നുണ്ട്. ഇതാ നമ്മുടെ നാടൻ കായാണ്. ഇത് കായുണ്ട്. ഇത് 85 എണ്ണം മതി ഒരു കിലോയ്ക്ക് ഉണക്കാം. ഇതാകുമ്പോ 10-250 എണ്ണത്തിൽ മുകളിൽ പോണം. ഇത് പത്രി അതുപോലെ തന്നെ. ഇത് പത്രിയാണെങ്കിൽ ഇതൊരു 800 പത്രിയെങ്കിലും വേണം ഒരു കിലോയ്ക്ക്. ഇതാകുമ്പോ ഒരു ഏറ്റവും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 360 എണ്ണം മതി. ഇതിപ്പോ 2.5 വർഷമായത്. ഈ തൈ 2.5 വർഷമായത്. ഈ കൊല്ലം ഇത് ബഡ് ചെയ്യും. എന്നാലാണ് ഇതുപോലെ കരുത്ത് കിട്ടുള്ളൂ. അതായത് ഒരു സ്റ്റെപ്പിന്റെ മുകളിലെ ബഡ് ചെയ്യുള്ളൂ. എന്നാലാണ് ഈ ബഡിന് നല്ല കരുത്ത് കിട്ടുള്ളൂ. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ബഡ് മുളച്ച് വരുമ്പോൾ നല്ല കരുത്ത് കിട്ടും. കാട്ടുജാതിയാണ്? നാടൻ ജാതിയാ. ഈ നാടൻ ജാതിയിലും കാട്ടുജാതിയിലും തമ്മിൽ വെക്കുന്ന ഒരു വ്യത്യാസം എന്താ? വ്യത്യാസം എന്ന് പറയുന്നത് ഈ കാട്ടുജാതി ആകുമ്പോൾ ഇച്ചിരി നന കുറച്ച് ആഴത്തിലുള്ള വേരുണ്ട് ഇതിന്. ഇതിന് മുകളിലാണ് വേര്. അപ്പൊ ഞാൻ ചിലർ പറഞ്ഞില്ല കാട്ടുജാതി വെച്ചാൽ കാറ്റുപിടുത്തം കുറഞ്ഞു കിട്ടും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. കാറ്റുപിടുത്തം കുറവുണ്ട്. നമ്മുടെ നാടൻ ജാതിയേക്കാളും കാറ്റുപിടുത്തം വേരോട് തായ്വേര് കൂടുതലാണ്. അതുകൊണ്ടാണ് കാട്ടുജാതി ചെയ്യുന്നത്. അപ്പൊ രണ്ടിനും വിലയെല്ലാം ഒരുപോലെ തന്നെയാണോ? വില വ്യത്യാസം. കാട്ടുജാതിയാണ് നാടൻ വ്യത്യാസമുണ്ട്. ഇങ്ങനെ വെക്കുന്ന ഒരു തൈയാണ് നമുക്ക് ഏകദേശം ഒരു കൊല്ലം കൊണ്ട് തന്നെ ഒരു 1.5 കൊല്ലം കൊണ്ട് ഇതാൽ ബഡ് ചെയ്താൽ ഈ വരുന്ന ജാതി നമ്മൾ ഏകദേശം എത്ര അടി അകലത്തിലാണ് നമ്മൾ ജാതി? ഏറ്റവും കുറഞ്ഞ ഒരു 25 അടി അകലെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം. 25 അടി അകലം വേണം. അതെന്നെ അങ്ങനെ പറഞ്ഞേ. ഇത് കൂട്ടിമുട്ടരുത്. വലുതാകുമ്പോൾ സൂര്യപ്രകാശം കാരണം കാറ്റും ഒക്കെ വേണം. നല്ല കായ്ഫലം നമുക്ക് ഭാവിയിൽ കിട്ടുള്ളൂ. ഏറ്റവും കുറഞ്ഞ 25 അടി അകലെങ്കിലും വേണം. 60% വെയിലും ഒരു 40% ഷെയ്ഡും വേണം. 60% വെയിലും വേണം, അത് ഒരു 40% ഷെയ്ഡും വേണം. ആ രീതിക്ക് വേണം നിൽക്കാൻ. അപ്പൊ അതിന്റെ ഇടവേളയായിട്ട് നമുക്ക് വേണമെങ്കിൽ തെങ്ങോ അടയ്ക്കാൻ അങ്ങനെ ഹൈറ്റ് ഉള്ള എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഇതിന് ഷെയ്ഡ് കിട്ടും. അപ്പൊ കുറച്ച് ഇത് നല്ല ഹൈറ്റിലോട്ട് പോകും. ജാതി 100-150 വർഷം ആയുസുള്ളതാണ്. അനുസരിച്ച് നമ്മൾ വേണം കൃഷി ചെയ്യാൻ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഈ ജാതിക്ക് ഇപ്പം ഇതിനൊരു നനയുടെ ഒരു ആവശ്യം എങ്ങനെയാ വരുന്നുണ്ട്? നന കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകത വല്ലതും ഉണ്ടോ? നനയ്ക്കണം. ഒന്നെങ്കിലും ഒരു നന കൊടുക്കേണ്ട വരും. പല വർഷം പഴക്കമുള്ള തൈകൾ നമുക്കിവിടെ ഉണ്ട്. എത്ര വർഷം വരെ ഉള്ളതുണ്ട്? നമുക്ക് കാഴ്ച തൈകൾ വരെ ഉണ്ട്. ഒരു ബഡ് ചെയ്തിട്ട് ഒരു 4 വർഷം ഒക്കെ ആയതുണ്ട്. ചേട്ടാ ഇത് നമ്മളിവിടെ വെള്ളം പിടിച്ചിട്ടേക്കുന്നത് അത് നനയ്ക്കാൻ വേണ്ടി നമ്മൾ വെള്ളം കുളത്തിൽ സ്റ്റോക്ക് ചെയ്ത്. നമ്മൾ ഈ തൈ നനയ്ക്കാൻ വേണ്ടി. നമുക്ക് വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ടോ ഇവിടെ? വെള്ളം അങ്ങനെ ഷോർട്ടേജ് ഇല്ല. നമുക്കിവിടെ കുളമുണ്ട്. അതിന്റെ അത് നമ്മൾ ആവശ്യം അടിച്ച് ഇവിടെ കയറ്റിയിട്ട് മോട്ടറിന് അടിച്ചു. നമ്മുടെ ആവശ്യത്തിന് മീനെ ഇട്ടേക്കുന്നു. ചേട്ടാ ഇത് ഫാബ് തന്നെയല്ലേ? ഇതിപ്പം തീരെ ഒരു ചെറിയൊരു മരമാണല്ലോ. ഇതൊരു 2.5 വർഷം അല്ലെങ്കിൽ 3 വർഷം, ഏറ്റവും കുറഞ്ഞ 3 വർഷമായിട്ടുള്ളൂ. 3 വർഷമായിട്ടുള്ളൂ. 3 വർഷം ആയപ്പോ തന്നെ ഇത് നിറച്ച് കായ്ക്കും. കായുണ്ട്. നിറച്ച് പൂളുക.
പൂവിട്ടോണ്ടിരിക്കുക. പൂട്ടോണ്ടിരിക്കുന്നത് എല്ലാം പോവാ. ഇതപ്പോൾ നമ്മളെ മണ്ട മുറിക്കാതെ വിട്ടോണ്ടാണ് ഇവൻ ഇതുവരെ കയറി പോയത്. നമുക്ക് ശരാശരി ഒരു ജാതിയുടെ ഒരു നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഏത് സമയം, ഏത് കാലത്താണ്, എത്ര കൊല്ലം കഴിയുമ്പോഴത്തേനും? നമുക്കൊരു 6-7 വർഷം കഴിഞ്ഞാൽ 7 വർഷം ഒരു 2000, 1500-2000 കായൊക്കെ ഉണ്ടാവും ശരാശരി. അത് മറ്റും നോക്കണം. 13 രൂപ വില കിട്ടും ഇപ്പത്തെ വില അനുസരിച്ച് ഒരു കായ്ക്ക്. അങ്ങനെയാണോ? അതിന്റെ 10 രൂപയ്ക്കും കായ്ക്കും കൂടി അനുസരിച്ച് ഒരു കായുടെ കാര്യമാണ് ചേട്ടാ. ഒരു കായ്ക്ക് 13 രൂപ അടുത്ത് 10 ഇതും കൂടി 13 രൂപയെങ്കിലും വില വരുന്നുണ്ട് കായ്ക്ക്. അപ്പൊ നമുക്ക് ശരാശരി ഒരു 7 കൊല്ലമായ ഒരു മരത്തിനൊക്കെ ഒരു 10,000-1500 എന്തായാലും ഉറപ്പായിട്ട് കിട്ടും. ഏറ്റവും കുറഞ്ഞ 1500 നല്ല കാഫലാണെങ്കിൽ 1500 ഏറ്റവും കുറഞ്ഞതായി കിട്ടും. ഇത് വളരും തോറും ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ, വളരും തോറും പൈസ കിട്ടുന്ന വേറെ ഒരു മരമില്ല. പ്രായം വെക്കുന്നോറും വളർച്ച കൂടുതൽ ഓരോ കൊല്ലം കൂടിക്കൊണ്ടിരിക്കും. റീപ്ലാന്റ് നമ്മുടെ 2 വർഷം തലമുറ ചെയ്യേണ്ട സാധനം. നല്ല സാധനം വെക്കുവാണെങ്കിൽ റീപ്ലാന്റ് ചെയ്യേണ്ട കാര്യം വരില്ല. അതുപോലെ കായ്ക്കുന്നത്. ഓഹോ. അതായത് എല്ലാ കൃഷിയും റീപ്ലാന്റ് ചെയ്യണം. അതായത് കുരുമുളകാണ് ചിലപ്പോ ഇന്ന കാലാവധി ഉള്ളൂ. നമുക്ക് 2 തലമുറ നിൽക്കും, വർഷങ്ങളോളം നിൽക്കും തോറും കാഫലം കൊടുക്കും. നമ്മുടെ അവിടെ നിൽക്കുന്ന ആ മാതൃ പ്ലാൻ ഉണ്ടല്ലോ, അത്തനൊക്കെ ചേട്ടനെ എന്തുമാത്രം എത്രയാണ്? എനിക്ക് 10,000 കാ വരെയും കിട്ടിയിട്ടുണ്ട്. കാലാവസ്ഥ നല്ല അനുകൂലമാണ്, നന്നിട്ട് കായ്ച്ചത്. ഓരോ വർഷം കാലാവസ്ഥ ഇതിനൊരു വലിയൊരു ഘടകം തന്നെയാണ്. എല്ലാ കൃഷിക്കും ഒരു ഘടകം. മഴ പെയ്യേണ്ട സമയത്ത് മഴ കിട്ടണം, വെയിൽ കിട്ടേണ്ട സമയത്ത് വെയിലടി. ചേട്ടാ ഇത് ഫാബ് തന്നെയല്ലേ? ഇതിപ്പോ നമ്മൾ ഇത് എത്ര കാലം പഴക്കമുള്ളവര്? ഇതൊരു 10-15 വർഷം പഴക്കമുണ്ട്. അന്ന് നമ്മൾ ഇത് കുറച്ചും കൂടി അടുപ്പിച്ചാണോ ഇത് വെച്ചിരുന്നത്? അന്ന് അടുപ്പിച്ച് വെച്ച് പോയി. അന്ന് നമുക്ക് അത്ര അറിവില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് കൂട്ടിമുട്ടാൻ തുടങ്ങുന്നതുണ്ടോ. അങ്ങനെ കൂട്ടിമുട്ടരുത്. ഇങ്ങനെ കൂട്ടിമുട്ടിയ കാഫലം കുറയും. കാറ്റും വെളിച്ചവും കയറണം. ശരി, നല്ല രീതിക്ക് സൂര്യപ്രകാശം വേണ്ട. ഒരു 60% സൂര്യപ്രകാശം കയറണം. അതിനകത്ത് സൂര്യപ്രകാശവും വായുവും വേണം. എന്നാലാണ് നല്ല കാഫലം കിട്ടുള്ളൂ. അങ്ങനെ കൂട്ടിമുട്ടുക. അപ്പൊ അതാണ് നമ്മളിപ്പോ പറഞ്ഞു, നമ്മൾ ഏറ്റവും കുറഞ്ഞ 25 അടി അകലെങ്കിലും വെക്കാൻ പറയാൻ കാരണം അത് തന്നെയാണ്. ഒരു 25 അടി അകലത്ത് വെച്ച് നമുക്ക് ഒരു തോട്ടത്തിനകത്ത് അപ്പൊ ഏകദേശം എത്ര എണ്ണം വരെ, നല്ല സ്ഥലമാണെങ്കിൽ ഒരു 60 എണ്ണം വരെ, നല്ല നിരപ്പുള്ള സ്ഥലമാണ് നമുക്ക് 60 എണ്ണം വരെ വെക്കാൻ പറ്റും. ഇവർക്കിപ്പം നമ്മൾ എന്നാ നിലവിൽ ഇപ്പം വളം നമ്മൾ ഇവിടെ ജൈവവളം ചെയ്യാറുള്ളൂ. ജൈവവളം മാത്രം, ലോടി വേപ്പും വെണ്ണാക്ക്, പിന്നെ ബോഡോമസ് 2 വർഷം അടി. അല്ലാതെ നമ്മൾ പോളിയോ സ്പ്രേ ആയിട്ട് വേറെ ഒന്നും ചെയ്യില്ല. അപ്പൊ ഈ ചാണകം, എല്ലുപൊടി, വേപ്പും വെണ്ണാക്ക് അതിപ്പം എങ്ങനെയാണ് ഇടുന്നൊരു ഉണങ്ങിയ ചാണകപ്പൊടി ഇടുള്ളൂ. അതായത് നല്ല പച്ചച്ചാണപ്പൊടി ഇടില്ല, ഉണങ്ങിയത് തന്നെ. ഉണങ്ങിയതിട്ട് അത് എത്ര പ്രാവശ്യം വർഷത്തിൽ 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കും. 2 പ്രാവശ്യം. അതിപ്പം ഈ ഇതുപോലെ ഇപ്പൊ ഒരു 10 കൊല്ലമായ ഒരു മരം, ഈ മരം 10-15 വർഷമായ മരം. ഇതിപ്പോ ഒരു 10-15 കൊല്ലമായ ഒരു മരം. ഒരു 10-15 കൊല്ലമായ മരത്തിന് നമുക്ക് ശരാശരി ഏറ്റവും കുറഞ്ഞ ഒരു 50 കിലോ ചാണകപ്പൊടി ഇടണം. ഒരു 2 പ്രാവശ്യം 50 കിലോ ചാണകപ്പൊടി, ഒരു 2 കിലോ വേപ്പും വെണ്ണാക്കും, ഒരു 2 കിലോ എല്ലുപൊടി ഇട്ട് കൊടുക്കണം. ഒരു വർഷം അത്രയും കൊടുക്കണം. ഒരു 2 പ്രാവശ്യം ബോഡോമസ് അടിക്കും. ഈ ബോഡോമസ്റ്റർ അടിക്കുന്നത് എന്തിനാ? ഈ കാ പൊഴിയാതെ മരത്തിന് നല്ലൊരു പച്ചപ്പും ഇതെല്ലാം കിട്ടാൻ വേണ്ടിയാ. പിടിക്കാനൊക്കെ ആയിട്ട് പൂ പിടിക്കാൻ ബോഡോമസ് നല്ലതാ. എല്ലാ കീടങ്ങളൊക്കെ മാറിക്കോളും. ചേട്ടാ നമ്മളിത് ചിലതിന്റെ അകത്ത് ഈ തടം പോലെ നമ്മൾ വെട്ടിയിട്ട് കൊടുത്താൽ അതിന്റെ ആവശ്യം വേണം. എല്ലാ ജാതിക്കും തടം വേണം. തടം ഇട്ട് കഴിഞ്ഞാൽ തടത്തിൽ നിൽക്കണം. നിരന്ന സ്ഥലത്തായാലും വേണം. പക്ഷെ ഇത് നമ്മുടെ ഈ കുന്നുംപുറമൊക്കെ ആയതുകൊണ്ട് അറിയാൻ അപ്പൊ അതിന്റേതായ തടവില്ലാതെ സ്ഥലമാണ് നമ്മൾ തടം വേണം. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടുന്ന് കൊണ്ടുവന്ന ഒരു ജാതി തയ്യ, അതിപ്പം നമ്മൾ വെക്കുന്ന എത്ര അടി കുഴി, എന്ത് വിസ്താരണം, അതെങ്ങനെയാണ്? 2.5 അടി കുഴി എടുക്കണം. 2 അടി, ആദ്യമേ 2 അടി കുഴി, 25 അടി അകലം, ഒരു 2.5 അടി കുഴി. അതില് ഒരു പകുതി കുഴിയെ മേൽമണ്ണൊക്കെ ഇടിച്ചിട്ട് മൂടണം. ബാക്കിയുള്ള കുഴിയിൽ ഒരു ചാണകപ്പൊടി, ഒരു 10 കിലോ ചാണകപ്പൊടി, 1 കിലോ എല്ലുപൊടി, 1 കിലോ വേപ്പും വെണ്ണാക്കും മണ്ണും കൂടെ മിക്സ് ചെയ്ത് കുഴിയെ മൂടി ശേഷം തൈ വെച്ച് ഉറപ്പിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു കൊല്ലം ഷെയ്ഡും കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴും ചെറിയൊരു തട്ട് പോലെ ഒരു കുഴി പോലെയല്ല നിൽക്കുന്നത്. ആ കുഴി നമ്മൾ വളമിട്ട് പയ്യെ നികത്തി കൊണ്ടുവരണം. അങ്ങനെ ഒരു തടാക്കി എടുക്കണം. ആ കുഴി പിന്നെ നമ്മൾ പതുക്കെ മണ്ണിട്ട് നികത്തി കൊടുത്ത് തടവായിട്ട് നമ്മൾ എടുക്കണം. ചുറ്റും റൗണ്ട് തെങ്ങിന്റെ തടമൊക്കെ എടുക്കുന്ന പോലെ റൗണ്ട് ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷം ആ തടത്തിനകത്ത് വളമിട്ട് ചെയ്താൽ മതി. മുകളിൽ ഒത്തിരി കിളയ്ക്കാനൊന്നും പറ്റിയല്ല. ജാതിയുടെ വേരായിരിക്കും. അപ്പൊ നമ്മള് ജാതിയുടെ ഇലച്ചാരത്തിന് കുറച്ച് ജാതിയുടെ വേരെന്ന് പറഞ്ഞാൽ ഈ ഏരത്തിന്റെ അവിടെ വരെ ഇതിന്റെ വേരുകൾ കാണും. അപ്പൊ അതനുസരിച്ച് ഈ അകലം വേണമെന്ന് പറയാൻ കാരണം ഇത് ഈ ഏര എവിടെയുണ്ടോ അവിടെ വരെ വേരുകളുണ്ട്. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ ഒത്തിരി തൂമ്പപ്പണിക്ക് അതിന്റെ അടുത്ത് പോകരുത്. ഒത്തിരി ചെയ്യാൻ പറ്റില്ല. അതിന്റെ ചോട്ടില് തൂമ്പപ്പണി ചെയ്യാൻ പറ്റത്തില്ല. മൊത്തം വേരുകളായിരിക്കും. അപ്പൊ നമ്മള് മുടി പോലെയുള്ള വേരുകൾ അവനാണ് വളം വലിച്ചത്. അപ്പൊ ഓരോ കൊല്ലം തടം നമ്മൾ ഇങ്ങോട്ട് അതനുസരിച്ച് ആദ്യം വെട്ടുമ്പോ തന്നെ ഇച്ചിരി അകത്തി വെട്ടുക. അകത്തി അങ്ങ് വെട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. പുറത്ത് മണ്ണെടുത്തിട്ട് പിടിപ്പിച്ചാൽ മതി. അതനുസരിച്ച് നമ്മൾ തടം പിന്നെ പുറകോട്ട് ഇറക്കി വരും. അപ്പൊ ആദ്യം വെട്ടുമ്പോൾ അതനുസരിച്ച് വട്ടം കൂട്ടി വെട്ടിയെടുത്താൽ മതി. അതുപോലെ നമുക്ക് പിന്നെ നമ്മൾ ഈ റംബുട്ടാന് അങ്ങനെയുള്ള നമ്മളിപ്പം പ്ലാവ്
അങ്ങനെ മാവ് ഇതിനൊക്കെ നമ്മൾ പ്രൂണിങ് ചെയ്യുന്നുണ്ട്. ഇതിനങ്ങനെ സംഭവം ചെയ്യേണ്ട പ്രൂണിങ് ഒന്നും വേണ്ട. പ്രൂണിങ് എന്ന് പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് മുളച്ചു വരുന്ന ചെറിയ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളയുന്ന നല്ലതാണ്. അതെങ്ങനെയാ തണ്ടിനോട് ചേർന്ന് കമ്പുകൾ അത് നേരെ മുകളിലോട്ട് പോകുന്ന ചെറിയ ഈ കമ്പേ കൂടെ ചെറിയ മുളകളുണ്ടാവും. അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി സൂര്യപ്രകാശവും കാറ്റും അകത്തേക്ക് കയറാവുന്ന രീതി. അത് ഈ സൈഡിലോട്ട് പോകുന്നല്ല, അതായത് ഈ ബ്രാഞ്ചിൽ തന്നെ മുകളിലേക്ക് പോകുന്നു. അതെല്ലാം വെട്ടി ഒരുക്കണം. അതെല്ലാം നമ്മൾ ഒരുക്കേക്കണേ. ഇതെല്ലാം അത് നമ്മൾ എല്ലാ വർഷവും ചെയ്യേണ്ട ഒരു പണിയാണ്. എല്ലാ വർഷവും അങ്ങനെ ചെയ്യണം. എല്ലാ വർഷവും ഒന്ന് മുളച്ചു വരും. എല്ലാ വർഷവും മുളച്ചു വരും. നമ്മൾ വെട്ടുമ്പോൾ മുളച്ചു വരും. അതിനിപ്പോ ആവശ്യമില്ലാത്തൊരു തണ്ട അത് വേണ്ട. അന്നേരം ഇതിനകത്ത് കാറ്റും പ്രകാശം ഒന്നും കയറിയല്ല, കയറി നിറയും. അപ്പൊ അതിനെ നമ്മൾ വെട്ടിക്കളയുന്നത്. അതുപോലെ തന്നെ നമ്മളിതിപ്പം ജാതിക്കാൻ നമ്മളിതിപ്പം നിങ്ങൾ പൊടിഞ്ഞു വീഴുന്നതാണ് പറയും. ചിലർ ഇത് കയറി പറിക്കുന്നത് പൊട്ടിക്കഴിഞ്ഞാൽ പറിച്ച് വലുത് മരത്തേലൊക്കെ പൊട്ടി തോട്ടി കൊണ്ട് പറിച്ചെടുക്കുവാണെങ്കിൽ നല്ല ഫ്ലവർ കിട്ടും, നല്ല കായും കിട്ടും. നിലത്തി ആടുമ്പോൾ അതിൻ്റെതായ ഫ്ലവറിന് ഇച്ചിരി ഡാമേജ് വരും. അപ്പൊ നമ്മൾ മഴക്കാലത്തല്ല അധികം പൊട്ടി ചാടുന്ന സമയം. ആഴ്ചയിൽ 2 ദിവസം പറിച്ചാൽ മതി. ചില കണ്ടമാനം അഴുകി പോകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മഴ കൂടുതലായിട്ടാ. മഴ കൂടുതലായിട്ട് ഇത് വരുന്നതാണ്. അപ്പൊ നമുക്ക് ആഴ്ച 2 പ്രാവശ്യം കൃത്യമായിട്ട് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലവർ കിട്ടും. നല്ല ഫ്ലവർ ക്വാളിറ്റിയിൽ നമുക്ക് വിൽക്കാൻ പറ്റും. ഫാബിന് നമുക്ക് ഇതുപോലെ കൃത്യം എല്ലാത്തിനും വേണ്ടി ഇതുപോലെ ഇങ്ങനെ നല്ല പൊതിഞ്ഞ് തന്നെ നമുക്ക് ഇതുപോലെ ഫുള്ള് പൊതിഞ്ഞ പത്തിരിയായിരിക്കും. അന്ന് ഇതിപ്പം വെച്ചപ്പോ നമുക്ക് ഇത് ഒരു അകലം കുറച്ച് അകലം വെക്കുമ്പോൾ നമുക്കത് ഭയങ്കര അകലാന്ന് തോന്നുന്നു. അന്നേരം നമ്മൾ ഒന്ന് ഇച്ചിരി കൂടെ അടുപ്പിച്ച് വെക്കും. അങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിയുമ്പോൾ വരുന്നതാണ് ഇങ്ങനെ പ്രശ്നം വന്ന് അപ്പൊ മുട്ടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി വിടും. അപ്പൊ അതിന്റെ ആദായത്തെ അത് വളരെയായിട്ട് ബാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ 3 ഈ ഒരെണ്ണം വേണ്ടായിരുന്നു. 2 മതിയായിരുന്നു. അപ്പം 2 ഇതിപ്പം പണി വലുതായി കഴിഞ്ഞാൽ കായൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറയുന്ന ആരും വെട്ടിക്കളയാൻ തോന്നൂല. വെട്ടിക്കളയാന്ന് പറയും. വെട്ടിക്കളയല. അതാണ് അതിനകത്ത്. ഇപ്പൊ ഈ 3 കിട്ടുന്ന ആദായം ചിലപ്പോ 2 നന്നായിട്ട് കിട്ടും. അത് കൂടുതൽ കിട്ടിയാനെ. ചേട്ടാ നമ്മൾ ഇവിടുത്തെ ഈ മണ്ണ് pH അതൊക്കെ നമ്മൾ ഇതിപ്പം ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? ഇവിടെ ഭയങ്കര pH പുളിപ്പ് ഭയങ്കര കൂടുതലുള്ള സ്ഥലങ്ങളായി ഹൈ റേഞ്ച്. നമ്മുടെ ഈ ഹൈ റേഞ്ച് ഏരിയ മൊത്തം പുളിപ്പ് കൂടുതൽ. അതിനെ നമ്മൾ കക്ക ഇടുന്നത്. ഇതൊക്കെ കക്ക ഇട്ടതാ നമ്മള്. എല്ലാ വർഷവും പച്ചക്കക്കയാണ് ഇടുന്നത്. അല്ല കക്ക ഈ പ്രാവശ്യം പച്ചയല്ല, കഴിഞ്ഞ പ്രാവശ്യം പച്ചക്കക്കയായിരുന്നു. അപ്പൊ ഓരോ പ്രാവശ്യം നമ്മൾ എല്ലാ വർഷം മേടിക്കാൻ പച്ചക്കക്ക ഇടാറുണ്ട്. pH നമുക്ക് അതുപോലെ ഈ മഴയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ pH കൃത്യമായാലേ ഇതിന് കാവലും എല്ലാം പിടിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേന് എന്തെങ്കിലും മുഴുപ്പ് കൂടുതലായിട്ട് അല്ലെങ്കിൽ പൂവൊക്കെ പൊഴിഞ്ഞു പോകും മൊത്തം. പൂ പൊഴിഞ്ഞു പോകുന്ന സ്ഥിതിയുണ്ട്. pH മാറിപ്പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ചെടിയെ ബാധിക്കും. കക്ക ഇട്ട് കഴിഞ്ഞാണ് നമ്മൾ വളപ്രയോഗം തുടങ്ങുള്ളൂ. ഈ പ്രാവശ്യം ഇപ്പൊ കക്ക ഇട്ട് തീർച്ചയൊക്കെ വളം ചെയ്തില്ല. ചാണാപ്പൊടിയും ഇതെല്ലാം ഇനി ഇടാൻ കിടക്കുന്നുള്ളൂ. ഇപ്പൊ മഴ കാരണം ഇപ്പൊ ഇടുന്നില്ലെന്നുള്ളൂ. ഒരു വർഷത്തിൽ ആദ്യം തുടങ്ങുന്നത് കക്കയാ. ചോട് ക്ലിയർ ആക്കുക, കക്ക ഇടുന്നു. കക്ക ഇട്ടാ ഇതിനൊക്കെ ഓരോ കിലോ കക്ക ഇട്ടു. നീറ്റാതെ ചുമ്മാ ഇട്ടേക്കുക. കക്ക ഇട്ടതിന് ശേഷം കക്ക ഇട്ടതിന് ശേഷമാണ് വളപ്രയോഗം. 1 മാസം കഴിഞ്ഞ് ചിലതിനൊക്കെ അടി നമ്മൾ പൊത കൂട്ടുന്ന ഒരു പരിപാടി. അങ്ങനെ വേനൽക്കാലാകുമ്പോൾ പൊത കൂട്ടണം. ഇതിന്റെ ചോട്ടിൽ കൂടെ എല്ലാം പൊത കൂട്ടും നമ്മൾ. അത് ഈ തണുപ്പ് നിൽക്കാൻ വേണ്ടിയാണ്. തണുപ്പ് നിൽക്കാൻ വേണ്ടി. അത് കഴിയുമ്പോഴത്തേനും പിന്നെ ഈ കാ പെറുക്കാൻ വേണ്ടിയാണ് ഈ പൊത പിന്നെ നമ്മൾ സൈഡിലോട്ട് ഇത് മാറ്റിയേക്കുന്നത്. ഇത് കാ പെറുക്കാൻ വേണ്ടി ക്ലീൻ ചെയ്താ. ഇനിയിപ്പോൾ വളം ചെയ്യണം. മഴക്കാലമാകുമ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഈർപ്പം കൂടും ഇതിനകത്ത്. അന്നേരം ഫംഗസ് ഒക്കെ ഉണ്ടാവും. മഴക്കാലത്ത് നമുക്ക് പൊത പറ്റില്ല. എല്ലാം വലിച്ചു മാറ്റും. വേനലാകുമ്പോൾ എല്ലാം കൂട്ടും. ഇത് നമുക്ക് ഈ കണ്ടം പോലെ പ്രദേശങ്ങളിലൊക്കെ വെക്കാൻ ഇത് കണ്ടം പോലെ പ്രദേശമാണെങ്കിൽ തോട് പോലെ കീറിയിട്ട് വെള്ളം പാനുള്ള ഒരു ഓട ഉണ്ടാക്കണം. എന്നിട്ട് വേണം കൃഷി ചെയ്യാൻ. നമുക്ക് ഈ നീർവാർച്ച ഇതിനൊരു പ്രത്യേക ഒരു ഘടകം തന്നെയാണോ? നീർവാർച്ച വിഷയമാണ്. ഈ മഴക്കാലത്ത് ചോട്ടിൽ വെള്ളം കെട്ടിക്കാൻ പാടില്ല. ചോട്ടിൽ വെള്ളം കയറുന്നു കഴിഞ്ഞാൽ ഇതിന് പെട്ടെന്ന് പഴുപ്പ് പനി പോലെ പിടിക്കും. മനുഷ്യന് പനി പിടിക്കുന്ന പോലെ തന്നെ ഇതിനും പനി പിടിക്കും. അപ്പൊ കായെല്ലാം പുഴിയാൻ തുടങ്ങും. ഇതിന്റെയൊക്കെ അടിയുണ്ട്. നമ്മൾ അടി നല്ല ഇങ്ങനെ വണ്ണിച്ച് നിൽക്കുന്ന ഒരു സംഭവം കാണുന്നില്ല. അതന്നെ കാട്ടിയാതി ചെയ്തത്. അതാണ് കുഴപ്പം. തന്നെ ഈ കാട്ടിയാതി നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും താത്തി ഇറക്കി വെക്കണം. ഇതിങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത തന്നെ ഈ സാധനം ബഡ് ഇതിന്റെ അടിയിൽ മണ്ണിന്റെ അടിയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് കാണിയല്ല. ഈ തൈ കൊണ്ടുപോകുന്ന തൈയില്ലേ, ആ ബഡ് ആ കാട്ടിയാതി, ഇത് കാട്ടിയാതി കാണുന്ന സാധനം അടിയിലേക്ക് താത്തി വിട്ട് കഴിഞ്ഞാൽ വിഷയമില്ല. അപ്പൊ ഇത് മുകളിൽ നിന്നോളും ബഡ് ചെയ്താരണം ഇങ്ങനെ വന്നാ. ഇതിപ്പോ താത്തി ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ആയിട്ട് ബഡ് ചെയ്യുവാണെങ്കിൽ നമ്മളിത് അറിയാല. ഓരോ വർഷം മണ്ണിട്ട് അത് മൂടി പോകും. അല്ല തൈ കൊണ്ടുപോകുവാണെങ്കിൽ ബഡ് അങ്ങ് താത്തി ഞാനിപ്പോ ചേട്ടന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു തൈ ഈ ബഡ് ഒരു അരയടി താത്തി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് മണ്ണിട്ടാൽ മതി. ഓരോ വർഷം വളമിട്ട് മണ്ണിട്ട് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം മൂടി പോകും. പിന്നെ ഇവിടുന്ന് പുതിയ വേരുകൾ ഉണ്ടാവും. ചിലര് പറയുന്നത് കാട്ടിയാതെ ബഡ് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് പൊളിച്ചിലുണ്ടാവുന്നുണ്ട്. അങ്ങനെ പക്ഷെ നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു കുഴപ്പമുണ്ടായില്ല. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ആ മരമൊക്കെ അങ്ങനെ കാട്ടിയത് പണ്ട് തൊട്ട് ചെയ്തേക്കുന്ന മരങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു പ്രശ്നമില്ല. ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. നമ്മളപ്പോ അങ്ങനെ വെക്കുവാണെങ്കിൽ ബഡ്ഡേന്ന് ഒരു താത്തി അങ്ങ് ഇട്ടാൽ മതി. അത് 2 വർഷം കൊണ്ട് മൂടി പൂക്കോളും. വളം ഇട്ടിട്ട് അത് പിന്നെ മൂടി വന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇവിടെ വരും മണ്ണിങ്ങനെ. പിന്നെ അറിയാലോ. അങ്ങനെയാണ് നടേണ്ടത്. അങ്ങനെ ഇത് നമ്മൾ ഫീൽഡ് വെട്ടി ഇതാരണം പൊക്കി ചെയ്താ.
പിന്നെ പ്രായമുള്ള ഒരു മരത്തെ നമുക്ക് ഫീൽഡ് ബെഡ് ചെയ്യാൻ പറ്റും. വെട്ടിയാണെങ്കിൽ ഒരു തൈ വെച്ചിട്ട് ഒരു 1.5 വർഷം കൊണ്ട് 1 വർഷം കഴിയുമ്പോൾ ചെയ്യാം. അത് വലിയ വണ്ണം കൂടിയ മരത്തെ നമുക്ക് ഫീൽഡ് അങ്ങനെ ചെയ്യാൻ പറ്റും. എപ്പോഴും ചെറുതത്തെ ചെയ്യുന്നതായിരിക്കും പിടിക്കാൻ നല്ലത്. ഒരടി മണ്ണിനകത്ത് വളം വന്നെങ്കിൽ 60 വർഷം വേണമെന്ന് പറഞ്ഞു. ഓഹോ, ഒരടി മണ്ണ് വളം പിടിച്ചു വരാൻ 60 വർഷം വേണം. അത്ര കാലതാമസം ഉണ്ട്. അത്ര താമസമുണ്ട്. അതാണ് ഒരു പ്രളയത്തിൽ ഇതെല്ലാം ഒലിച്ചു പോവല്ലേ. ഒലിച്ചു പോവുക. ഇവിടെയൊക്കെ മുട്ടിറപ്പായിരുന്നു വെള്ളം ഈ റോഡിൽ. അവിടെ നിന്ന് ഈ മോളിൽ നിന്ന് വന്ന വെള്ളം മൊത്തം റോഡിലല്ലേ വരുള്ളൂ. ഈ റോഡിൽ നിന്ന് ഒഴിക്കാതെ അങ്ങോട്ട് പോകണേ. ഓഹോ, അങ്ങോട്ട് പോകുന്നത്. ഈ മുട്ടിറപ്പ അപ്പൊ ആ വെള്ളം അങ്ങോട്ടും പോയല്ലേ? ഇല്ല, ഇങ്ങോട്ട് ചെരുവല്ലേ. ഓഹോ, ഈ ചെരുവനുസരിച്ച് അങ്ങോട്ട് വിട്ട് ആ തോട്ടിൽ പോയി കാരണം മലയിലെ വെള്ളം മൊത്തം ഇവിടെ വന്നു. അച്ഛാ ചുമ്മാ ഇതിലൊക്കെ നിറഞ്ഞിങ്ങ് ഒഴുക വെള്ളം കെട്ടി നിന്നിട്ടേ. അപ്പൊ അങ്ങനെ കെട്ടി നിന്ന് ഒഴുകി കഴിഞ്ഞാൽ ഇതിനകത്ത് വളങ്ങളെല്ലാം മുകളിലുള്ള സാധനം നല്ല സാധനം ഒഴുകിപ്പോയി. ഇപ്പൊ എങ്ങനെയുണ്ട് ജാതിയുടെ ഒരു മാർക്കറ്റിംഗ് വരുമാനത്തിലേക്ക് ചിന്തിക്കുക? ജാതിക്കാന്ന് പറഞ്ഞ ഇപ്പൊ വില കുറവാണെങ്കിലും നമുക്ക് 4 മാസം കഴിഞ്ഞാൽ 1 വർഷം മണി വെച്ചോണ്ടിരിക്കാതെ. വേറെ ഒരു സാധനം അങ്ങനെ വെച്ചോണ്ടിരുന്ന് ഫ്രൂട്ട്സുകൾ അങ്ങനെ ആയിട്ടൊന്നും വെക്കാൻ പറ്റില്ല. ഇത് നന്നായിട്ട് സേഫ്റ്റി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ വില കൂടുതൽ. ഇത് നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. നമ്മളെ ഏറൊക്കെ കയറാതെ നല്ല സെറ്റപ്പ് ആയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. വില കൂടുന്നതനുസരിച്ച് വെക്കാം. ഇതെങ്ങനെയുണ്ട്? ഇതിന് ഇപ്പോഴത്തെ വില എങ്ങനെയുണ്ട്? ഇപ്പം ഫ്ലവർ ആണെങ്കിൽ 2600 രൂപ വരെയൊക്കെ ഉണ്ട് നമ്മളിവിടെ. നല്ല ഫ്ലവർ ആണെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി ആണെങ്കിൽ 2600 2800 വരെയും കിട്ടും ഫസ്റ്റ് ക്വാളിറ്റിക്കാണെങ്കിൽ. കായാകുമ്പം ഇപ്പം 450 ഒക്കെ ഉണ്ട്. 450 460 രൂപ. അതിപ്പോ ഇപ്പൊ ഇപ്രാവശ്യം കാ കുറവല്ലേ. ചിലപ്പോ ഈ പ്രാവശ്യം നല്ല വില കയറി വരും. എന്നാലും ഈ പറയുന്ന എന്നാ പറഞ്ഞാലും 12 രൂപ കുറയാലോ ഒരു കായ്ക്ക്. നമ്മൾ നല്ലൊരു ആദായം കിട്ടുന്ന ഒരു മരത്തിന് ചേട്ടന് ഒരു വർഷം ഏകദേശം എത്ര രൂപ വരുമാനം കിട്ടും? അങ്ങനെ ഒരു ഉദ്ദേശം കൂട്ടുവാണെങ്കിൽ ഒരു 10-20,000 രൂപ. ഏറ്റവും ഒരു 10-15 വർഷമായ ഇതിൽ നന്നായിട്ട് കായ്ക്കുവാണെങ്കിൽ ഒരു 10-20,000 രൂപ കിട്ടും. 20,000 രൂപ കായ് കിട്ടും. അതിന് കൃത്യമായിട്ടുള്ള നനയും വളപ്രയോഗം എല്ലാം ചെയ്യണം. കൃത്യമായിട്ട് ചെയ്യണം. ജാതിക്കൊന്നും ഈ പറയുന്ന വലിയ പണി മറ്റേ കൃഷിയെ പോലെ അത്ര പണിയില്ല. ഈ കൊടിയെ പോലെ അത്ര പണിയൊന്നുമില്ല. ഇതിന് വർഷത്തിൽ 2 പ്രാവശ്യം വളം ചെയ്യണം. പിന്നെ കാ പെറുക്കി എടുക്കുന്നു. നമ്മളിവിടെ പറിച്ചെടുക്കും. ഈ ചേട്ടൻ നമ്മുടെ ഈ ഫസ്റ്റ് ക്വാളിറ്റി കായ എന്ന് പറയുന്നുണ്ട്. അതിനുള്ള ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെ തിരിച്ചാൽ കണ്ടെത്തി ഇതൊക്കെ വട്ടം മുറിഞ്ഞു കഴിഞ്ഞാലേ ഈ ഫ്ലവർ ഇങ്ങനെ തന്നെ എടുത്താലാണ് ഇത് ഫസ്റ്റ് ക്വാളിറ്റി കിട്ടുള്ളൂ. ഇതുണ്ട്, ഇത് ഇങ്ങനെ ഇരിക്കണം. ഈ ഫ്ലവർ ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇത് വട്ടം മുറിഞ്ഞു പോയാൽ സെക്കൻഡ് ആവും. അപ്പൊ നമ്മൾ പറിച്ചെടുക്കുവാണെങ്കിൽ ഇങ്ങനെ കിട്ടുള്ളൂ. ഈ നിലത്തൊക്കെ ചാടി കിടന്ന ഇത് കീടങ്ങളും ഉറുമ്പൊക്കെ വന്ന് രാത്രിയിൽ ഇതെല്ലാം വെട്ടിക്കളയും. അപ്പൊ സെക്കൻഡിലേക്ക് പോകും. നേരെ പകുതി വിലയാവും. അതാണ് കുഴപ്പം. ഈ 2500 ഉള്ളിടത്ത് നേരെ അത് 1500 ആയിലേക്ക് ആവും. 1500 താഴെ പോകുള്ളൂ. ഇതെങ്ങനെ നമ്മൾ ഉണങ്ങി സൂക്ഷിക്കാൻ? ആ രീതി മതി. നമുക്ക് ഒരു ചുമ്മാ നിലത്തിട്ടാലും അല്ലെങ്കിൽ പുകയടിച്ച് കൊള്ളിച്ച ഉണങ്ങാം. എത്ര ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും? അത് ഫ്ലവറൊക്കെ 2 ദിവസം കൊണ്ട് ഒന്ന് നട്ടാൽ നാളെ ഈ സമയം ഉണങ്ങും. ചേട്ടാ, നമ്മുടെ ഫാബിന് നേഴ്സറി അല്ലാതെ നമുക്കിവിടെ ഹോം സ്റ്റേ പോലെ നമ്മളിവിടെ ഉണ്ട്. അപ്പൊ എത്ര പേർക്ക് വരെ ഒരു ദിവസം? നമുക്കൊരു 4 ഫാമിലിക്കൊക്കെ 4 ഫാമിലിക്ക് ഉള്ളതുണ്ട്. എല്ലാം പ്രൈവറ്റ് ഉള്ളതുണ്ട്. എങ്ങനെയുണ്ട്? എല്ലാം ഓൺലൈനിൽ കൂടെ തന്നെയാണ്. അപ്പൊ ഫാബിന്റെ സൈറ്റ് ഉണ്ടോ നമുക്ക് വരെ? ഫാബുവാരി ഹോം സ്റ്റേ എന്നാണ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ട് വരുന്ന ആൾക്കാർക്ക് നമ്മുടെ ചേട്ടൻ നമ്പർ നമുക്ക് അടിയിലൊന്ന് മെൻഷൻ ചെയ്യാൻ മേലെ? ഫുഡ് എങ്ങനെയാ? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബാക്കി ഫുഡ് നമ്മൾ കൊടുക്കും. പറയുന്ന മെനു അനുസരിച്ചുള്ള ഫുഡ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യും. ചേട്ടാ, ഈ ഫാബിന്റെ ഈ തൈയുടെ നമ്മളൊരു ഗുണം എന്നാ? ഇതിപ്പം കാട്ടുജാതിയാണോ അത് നാടൻ ജാതി ചെയ്തേക്കുന്ന? ഇതിപ്പോ ഇതിന്റെ ഒരു ഗുണം തന്നെ നമുക്ക് നമ്മള് 2.5 വർഷമായി തയ്യൽ ബഡ് ചെയ്തേക്കുന്ന തയ്യ. ഒരു സ്റ്റെപ്പ് ആയത്, ഒരു സ്റ്റെപ്പ് 2ാം സ്റ്റെപ്പ് തുടങ്ങുന്ന തയ്യൽ. ഇത് നമുക്ക് എത്ര നാൾ കൊണ്ട് ഇതൊരു 1.5 വർഷം ഏറ്റവും കൂടി വന്നാൽ അതിന് മുമ്പ് കഴിച്ചിരിക്കും. ഈ തൈയൊക്കെ ഈ വർഷം മണി കഴിക്കും. ഇത് 2 സ്റ്റെപ്പ് ആകാറായ തൈകളാണ്. ഇതിപ്പോ നമുക്ക് ഇടുക്കി ജില്ലയിൽ മാത്രം ഈ രീതിയിലൊക്കെ കായ് കിട്ടുള്ളൂ? ബാക്കിയുള്ള ജില്ലകളിൽ എല്ലാം കിട്ടും. കർണാടക, തമിഴ്നാട്ടിലൊക്കെ കായ്ച്ചവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് തൈ പോകാറുണ്ടോ? കർണാടക, തമിഴ്നാട്, കേരളത്തിൽ എല്ലാ ജില്ലയിലും പറഞ്ഞു. അപ്പൊ ചേട്ടൻ്റെ ഇവിടുന്ന് ഒരു തൈ എടുക്കുന്നവർക്ക് ഉറപ്പാണ്? ചേട്ടൻ 100% ഉറപ്പുണ്ട് ഇത് നല്ല രീതിക്ക് ഒരു കാ കിട്ടും എന്നുള്ളത്? ഉറപ്പാണ്. ഞാൻ ഒരു തൈ എടുത്താലും 100 തൈ എടുത്താലും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ഈ തൈകൾക്ക് കൊടുക്കാൻ. ഉണ്ട്. കായ്ക്ക് നല്ല കാ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പുണ്ട്. കാരണം ഉത്തരവാദിത്തത്തിലൂടെ നമ്മൾ ഈ തൈകളെല്ലാം ചെയ്ത് എല്ലാവരും കൊടുക്കുന്നു.
ചേട്ടൻ നമ്മൾ ഈ നേഴ്സറി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് എത്ര നാളായി? ഞാനൊരു 10-12 വർഷമായി. ഇതുവരെ നമുക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ കംപ്ലൈന്റോ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. നമ്മൾ അത്ര ഉത്തരവാദിത്തത്തോടുകൂടിയാണ് നമ്മൾ തൈകൾ ഓരോരുത്തർക്ക് കൊടുക്കുന്നത്. നമ്മൾ ജാതി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഇനം ജാതി തൈകൾ മേടിച്ചും പോയി നേരിട്ട് കണ്ട് തോട്ടം കണ്ട് നമുക്ക് ബോധ്യപ്പെട്ട ശേഷം നല്ല ഇനം ജാതി തൈകൾ മേടിച്ച് വേണം നടാൻ. വെച്ചാൽ അത് റീപ്ലാന്റ് ചെയ്യുന്നതല്ല. ഒരു 100-150 വർഷം ഇത് നിൽക്കുന്ന മരങ്ങളാണ്. മറ്റ് കൃഷികളെല്ലാം റീപ്ലാന്റ് ചെയ്ത് നമ്മളൊക്കെ നടേണ്ടതാണ്. ജാതി വളരും തോറും ആദായം കൂടുതൽ കിട്ടുന്ന ഒരേ ഒരു കൃഷി ജാതി കൃഷി മാത്രമേ ഉള്ളൂ.